ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ 2 ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണുന്നവരെ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട്, അതായത് പുതിയതായിട്ട് ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. തുടക്കത്തിൽ തന്നെ ആ ഒരു കാര്യം പറയാനായിട്ടുള്ള കാരണം, നമുക്ക് ഈ 2 ലക്ഷണങ്ങൾ കാണുന്നവർക്ക് ആ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്ന സമയത്താണ്. ആരെയും പറഞ്ഞു പേടിപ്പിക്കാനല്ല, നിങ്ങൾക്ക് എപ്പോഴാണോ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയിട്ട് പീരിയഡ്സ് വരുന്നത് അതിന്റെ 2ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് അടുത്ത തവണത്തേക്കുള്ള ഓവുലേഷന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണോ, നിങ്ങളുടെ ഫുഡിങ് എങ്ങനെയാണോ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും അടുത്ത മാസവും നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുമെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഈ 2 ലക്ഷണങ്ങൾ കാണുന്നവരെ ശ്രദ്ധിക്കുക. അടുത്തൊരു ഹെൽത്തി പീരിയഡ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അടുത്തൊരു ഹെൽത്തി ഓവുലേഷന് വേണ്ടിയിട്ടും പ്രിപ്പയർ ആവുക കേട്ടോ. അപ്പൊ ആ 2 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇംപ്ലാന്റേഷൻ നമുക്ക് സംഭവിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 മുതൽ 12 ദിവസത്തിനകത്താണ്. ഈ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് പ്രഗ്നൻസി കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് വന്നിട്ട് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിനകത്ത് അറ്റാച്ച് ആകുമ്പോഴാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ശരീരത്തിലെ HCG ഹോർമോൺ കൂടും, പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടും, ഈസ്ട്രജൻ ഹോർമോൺ കൂടും. ഇതെല്ലാം ഇൻക്രീസ് ആകും. അതുപോലെ മറ്റു പല ഹോർമോൺസും പ്രൊഡ്യൂസ് ആകും. ശരീരത്തിലെ മറ്റു പല ആക്ടിവിറ്റീസും സ്ലോ ആകും. ഇതൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പലർക്കും പലതരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും ഏകദേശം ചില ആളുകൾക്ക് പീരിയഡ്സ് ആകുന്നതിന് മുൻപായിട്ടുണ്ടാകുന്ന പ്രിമെൻസ്ട്രൽ സിംറ്റംസുമായിട്ട് ഏറെക്കുറെ ഒരുപാട് തന്നെ സാമ്യമുള്ളവയാണ് ഈ പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളും. അതായത് ചിലർക്ക് പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് വോമിറ്റ് ചെയ്യാൻ വരും, ചിലർക്ക് പീരിയഡ്സ് ആവുന്നതിന് മുൻപ് വോമിറ്റ് ചെയ്യാൻ വരും, ചിലർക്ക് പീരിയഡ്സ് ആവുന്നതിന് മുൻപ് അബ്ഡോമൻ പെയിൻ ഉണ്ടാകും. അങ്ങനെ പല പല ലക്ഷണങ്ങൾ പീരിയഡ്സിനും പ്രഗ്നൻസിക്കും ഒരുപോലെ വരുന്നവയാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന 2 ലക്ഷണങ്ങൾ നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയതിന്റെ സൂചനയാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒന്നാണ് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ എല്ലാം ഉണ്ടായിട്ട് സഡൻ ആയിട്ട് അതങ്ങോട്ട് സ്റ്റോപ്പായി പോവുക. അതായത് ചില ആളുകൾക്ക് ഈ പീരിയഡ്സിന്റെ ലക്ഷണങ്ങളായിട്ട് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആയിട്ടൊക്കെ പലപ്പോഴും സ്റ്റാർട്ട് ആവാറുണ്ട്. ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടായി കഴിഞ്ഞ് സഡൻ ആയിട്ട് നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകും, ചെറുതായിട്ട് സ്പോട്ടിംഗ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ചില ആളുകൾക്ക് ആ ചെറിയ സ്പോട്ടിംഗ് കാണുന്ന അവസരം മുതൽ തന്നെ ആ പ്രഗ്നൻസി സിംറ്റംസ് എല്ലാം അങ്ങോട്ട് സ്റ്റോപ്പ് ആയി പോകും. അതായത് ഇതിനു മുമ്പ് ചിലപ്പോൾ വോമിറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിലോ മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ആവുക. പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഏകദേശം ഒരു 3 മാസം വരെയൊക്കെ നമുക്ക് ആ ലക്ഷണങ്ങൾ നിൽക്കും. സഡൻ ആയിട്ട് സ്റ്റോപ്പ് ആകുന്നത് പലർക്കും ഒരു മിസ്കാരേജ് ഉണ്ടാവുന്ന സമയത്തൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയാറ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടേത് പോലുള്ള ലക്ഷണങ്ങളെല്ലാം കണ്ടിട്ട് സഡൻ ആയിട്ട് സ്റ്റോപ്പായി മൈൽഡ് ആയിട്ടുള്ള സ്പോട്ടിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയെന്നാണ്. കാരണം ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നടന്നവർക്ക് ഫെയിൽ ആയി പോയിട്ടും ഉണ്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്പോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ബ്ലീഡിങ്ങിലോട്ട് എത്തുക. തുടക്കത്തിലെ പീരിയഡ്സ് ആകുന്ന സമയത്ത് എല്ലാവർക്കും ചെറുതായിട്ടുള്ള സ്പോട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. ദെൻ ആ സ്പോട്ടിംഗ് കൂടി ബ്ലീഡിംഗ് ആകും. ചിലർക്ക് ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ ബ്ലീഡിംഗ് ഉണ്ടാവും, മറ്റു ചിലർക്ക് ബ്ലീഡിങ്ങിന്റെ അളവ് കുറവായിരിക്കും. അങ്ങനെയായിരിക്കും പോകുന്നത്. എന്നാൽ നോർമലി പീരിയഡ്സിന്റെ ഫ്ലോ നിങ്ങൾക്ക് കൂടുതലുള്ള ഒരാളാണെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ഈ സ്പോട്ടിംഗ് തുടങ്ങിയിട്ട് പീരിയഡ്സിന്റെ ഫ്ലോ കൂടാറാണ് പതിവ്. അങ്ങനെ നമുക്ക് പോകുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയതിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചെറുതായിട്ടായിരിക്കും സ്പോട്ടിംഗ് വരുന്നത്. അതായത് പ്രീവിയസ് മന്ത്സിലെല്ലാം അവർക്ക് ഉണ്ടാവുന്നത് ചെറിയ സ്പോട്ടിംഗ് ആയിരിക്കും. അങ്ങനെ ചെറിയ സ്പോട്ടിംഗ് ഉള്ളവർക്ക് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥവും ചിലപ്പോൾ അവർക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയിട്ടുണ്ടാകും എന്ന് തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയ സ്പോട്ടിംഗ് ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എപ്പോഴും അത് ഉണ്ടാവുന്നത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയതിന്റെ ആയിരിക്കില്ല, ചിലപ്പോൾ പ്രഗ്നൻസിയുടെ സ്പോട്ടിങ്ങും ഒക്കെ ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ മൈൻഡിനെ നമ്മൾ സെറ്റ് ആക്കുക. കാരണം ഈ ഒരു മാസം നമുക്ക് ഫെയിൽ ആയി പോയി എന്നുള്ള കാര്യം ഈ ഒരു ലക്ഷണം വന്നു കഴിഞ്ഞാലോ മൈൽഡ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടെങ്കിലോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്പോട്ടിംഗ് നിങ്ങൾക്ക് കൂടി തുടങ്ങുന്ന ആ ഒരു ദിവസം, ബ്ലീഡിംഗ് ആവുന്ന ദിവസം മുതലായിരിക്കും നമുക്ക് അവിടെ പ്രഗ്നന്റ് പീരിയഡ്സിന്റെ 2nd ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2nd ഡേ മുതലാണ് ഒരു കൂട്ടം ഫോളിക്കിൾസ് ആ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നത്. ഈ പ്രിപ്പയർ ആയി വരുന്ന ഫോളിക്കിൾസ് ആണ് വളർന്ന് നമ്മുടെ എക്സാക്ട് ആയിട്ടുള്ള ഓവുലേഷൻ ഡേറ്റ് എത്തുമ്പോഴേക്കും അത്
റപ്ചർ ആവുന്നത്. ആ ദിവസങ്ങളിൽ ഈ മാസവും പോയല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിച്ചു കഴിഞ്ഞാൽ ആ വിഷമത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആകുന്നു. ഈ സ്ട്രെസ് ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിലെ ഫോളിക്കിൾസ് വളരേണ്ടതായിട്ട് സപ്പോർട്ട് കൊടുക്കേണ്ട ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുകയും ഫോളിക്കിൾസിന്റെ പ്രവർത്തനങ്ങൾ അവിടെ സ്ലോ ആയി വരികയും ചെയ്യുന്നു. അടുത്തൊരു മാസം പ്രിപ്പയർ ആവേണ്ട ഫോളിക്കിൾസിന്റെ ഗ്രോത്ത് സ്ലോ ആയി കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുന്ന ദിവസം അതിന് പൊട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ നീണ്ടു പോകാനോ ഓവുലേഷൻ നടക്കാതെ വരാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. നമ്മൾ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുവോ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവുന്നു. ഈ സ്ട്രെസ് ഹോർമോൺസ് നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും തമ്മിലുള്ള ബന്ധത്തിനെ വിച്ഛേദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഫോളിക്കിൾസ് വളർന്നു തുടങ്ങുന്ന സമയത്ത് ശരീരത്തിന് സപ്പോർട്ട് കൊടുക്കാനാണ്. ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ടുള്ള വിറ്റമിൻസ് നിങ്ങൾ ശരീരത്തിൽ എത്തിക്കാനായിട്ട് നോക്കുക. പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്, അതായത് ബനാന കഴിക്കുന്നത് നല്ലതാണ്, അതുപോലെ പാല് കഴിക്കുന്നത് നല്ലതാണ്. നട്ട്സ് എല്ലാം തന്നെ, അതായത് ബദാം, കാഷ്യൂനട്ട്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൽ കാറ്റഗറിയിൽ പെടുന്ന ഉണക്കമുന്തിരി, അതുപോലെ വാൾനട്ട്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, പിസ്ത, ഇതെല്ലാം കുറച്ച് എടുത്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അണ്ടം വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഇതൊക്കെ കഴിച്ച് നിങ്ങൾ നിൽക്കുക. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, പീരിയഡ്സ് നിന്നതിന് ശേഷം ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. അതായത് അണ്ടം വളരാൻ സഹായിക്കുന്ന, അണ്ടത്തിലോട്ട് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന എക്സസൈസുകളും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ബട്ടർഫ്ലൈ എക്സസൈസ്, ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ഫെമറൽ മസാജ്, ഫെർട്ടിലിറ്റി മസാജ്, 8 വാക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ദീജോസ് വേൾഡ് ബട്ടർഫ്ലൈ എക്സസൈസ് എന്നും ദീജോസ് വേൾഡ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് എന്നും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്, അത് നിങ്ങൾ നോക്കുക. അതിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള എക്സസൈസുകളും നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലീഡിംഗ് തുടങ്ങുന്ന ആ ഒരു ദിവസം, അത് ബ്ലീഡിംഗ് തീർന്നതിന് ശേഷം നിങ്ങൾ ഗ്രാമ്പൂ വെള്ളമോ അല്ലെങ്കിൽ കറുവപ്പട്ട വെള്ളമോ ഏതാണോ നിങ്ങൾ കുടിക്കുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ഗ്രാമ്പൂ വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ടേക്ക് ഹെൽത്തി ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു മാസം പീരീഡ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് കമന്റ്സിൽ പറയുന്ന കാര്യമാണ്, ചേച്ചി ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ബ്ലീഡിംഗ് ആയി പോയി, അപ്പൊ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. നമുക്ക് അങ്ങനെ വിഷമിച്ചിരിക്കാൻ സമയമില്ല. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളെ മൈൻഡിൽ സെറ്റ് ആക്കി വെക്കുക. നിങ്ങൾക്ക് വിഷമിച്ചിരിക്കാൻ സമയമില്ല. നിങ്ങൾ ആ ഒരു റെഡ് ലൈൻ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ പാഡിൽ നിങ്ങൾ ബ്ലഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ നമ്മുടെ അടുത്ത ഓവുലേഷൻ സ്റ്റാർട്ടായി. ആ സമയത്ത് നമ്മൾ ബോഡിയെ പ്രിപ്പയർ ആക്കി കൊടുത്തില്ലെങ്കിൽ ആ ഒരു ഓവുലേഷൻ നമുക്ക് നഷ്ടമായി പോകും. അത് നമുക്ക് നഷ്ടമാക്കി കളയണോ? അത് നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.